ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ ചരിത്രത്തിൽ അഴിമതിയുടെയും അധാർമികതയുടെയും പര്യായമായി മാറിയ ഒരു പേരുണ്ടെങ്കിൽ അത് ആൻഡ്രൂ മൗണ്ട്ബാറ്റൻ വിൻസർ അഥവാ യോർക്ക് ഡ്യൂക്ക് രാജകുമാരൻ ആൻഡ്രൂവിന്റേതാണ്. ഒരു രാജകുമാരന് ചേരാത്ത വിധത്തിൽ സ്വന്തം സുഖത്തിനും ധനസമ്പാദത്തിനും പ്രത്യേകിച്ച് സ്ത്രീ വിഷയങ്ങളുമായി ഔദ്യോഗിക പദവികൾ ദുരുപയോഗം ചെയ്ത ഇദ്ദേഹം ഇപ്പോൾ സർവ്വസ്ഥാനങ്ങളിൽ നിന്നും പുറത്തായി നാണക്കേടിന്റെ പടുകുഴിയിലാണ്. രാജകുടുംബത്തിന്റെ ചരിത്രകാരനായ ആൻഡ്രൂ ലോണി രാജകുമാരനെതിരെ ഉന്നയിച്ച ഞെട്ടിക്കുന്ന ആരോപണങ്ങളും അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളുമാണ് ഇപ്പോൾ ലോകശ്രദ്ധ ആകർഷിക്കുന്നത്. രാജകുടുംബത്തിന്റെ ചരിത്രകാരനായ ആൻഡ്രൂ ലോണി ഡെയിലി മെയിലിന്റെ ഒരു പോഡ്കാസ്റ്റിൽ നടത്തിയ വെളിപ്പെടുത്തലുകൾ ആൻഡ്രൂ രാജകുമാരന്റെ ധാർമ്മിക നിലവാരം എത്രത്തോളം താഴ്ന്നതാണെന്ന് വ്യക്തമാക്കുന്നു. ആൻഡ്രൂവിനെ യാതൊരുവിധ ധാർമ്മിക മൂല്യങ്ങളും ഇല്ലാത്ത വ്യക്തി എന്നാണ് ലോണി വിശേഷിപ്പിച്ചത്. ബ്രിട്ടന്റെ വ്യാപാര പ്രതിനിധി എന്ന ഔദ്യോഗിക പദവി രാജസേവനത്തിന് പകരം സ്വന്തം പോക്കറ്റ് നിറയ്ക്കാനും സ്ത്രീ വിഷയങ്ങൾക്കായി സമയം ചെലവഴിക്കാനുമാണ് ആൻഡ്രൂ ഉപയോഗിച്ചതെന്നും ലോണി ആരോപിക്കുന്നു. ആൻഡ്രൂവിന്റെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകൾ വിശദീകരിക്കുന്ന എൻടൈറ്റിൽഡ് ദി റൈസ് ആൻഡ് ഫോൾ ഓഫ് ദി ഹൗസ് ഓഫ് യോർക്ക് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവാണ് ആൻഡ്രൂ ലോണി. ഈ പുസ്തകത്തിൽ രാജകുമാരന്റെ ഇരുണ്ട കഥകൾ അനാവരണം ചെയ്യപ്പെടുന്നുണ്ട്. വ്യാപാര പ്രതിനിധിയായുള്ള അദ്ദേഹത്തിന്റെ നിയമനത്തിനെതിരെ അന്ന് വെയിൽസ് രാജകുമാരനായിരുന്ന ഇപ്പോഴത്തെ ചാൾസ് രാജാവ് നഖശിഖാന്തര എതിർപ്പ് പ്രകടിപ്പിച്ചതായി ലോണി പറയുന്നു. ആൻഡ്രൂവിന്റെ സ്വഭാവത്തെക്കുറിച്ച് സഹോദരനായ ചാൾസിന് നന്നായി അറിയാമായിരുന്നു. പെണ്ണ് പിടിക്കാനും ഗോൾഫ് കളിക്കാനും മാത്രമായിരിക്കും ആൻഡ്രൂ സമയം ചെലവഴിക്കുക എന്നായിരുന്നു വ്യാപാര പ്രതിനിധിയായി ആൻഡ്രൂവിനെ നിയമിക്കുന്നതിനെ എതിർക്കാൻ ചാൾസ് ചൂണ്ടിക്കാട്ടിയ കാരണം. എന്നാൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന സർ ടോണി ബ്ലെയറും കൂട്ടാളി പീറ്റർ മാൽഡസണും ചാൾസിന്റെ നിർദ്ദേശം അവഗണിച്ച് നിയമനം നടത്തുകയായിരുന്നു. ഇതിലൂടെയാണ് സർക്കാർ ചെലവിൽ ആൻഡ്രൂവിന് ലോകം ചുറ്റാനും സ്വന്തം താല്പര്യങ്ങൾ നിറവേറ്റാനും സാധിച്ചത്. സർക്കാർ ചെലവിൽ തായ്ലൻഡിലേക്ക് നടത്തിയ ഒരു യാത്രയിലെ സംഭവങ്ങളാണ് ആൻഡ്രൂവിന്റെ അധാർമികതയുടെ ആഴം വ്യക്തമാക്കുന്നത്. തായ്ലാന്റ് രാജാവിന്റെ ജന്മദിനാഘോഷത്തിൽ രാജ്യത്തിന്റെ പ്രതിനിധിയായിട്ടായിരുന്നു ആൻഡ്രൂ പോയത്. എംബസിയിൽ താമസിക്കാതെ അദ്ദേഹം പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു. ഈ യാത്രയിൽ വെറും 4 ദിവസങ്ങൾക്കുള്ളിൽ 40 വേശ്യകളെ താമസിച്ചിരുന്ന ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി ശാരീരിക ബന്ധം പുലർത്തിയതായി ലോണി ആരോപിക്കുന്നു. ഈ ആരോപണങ്ങൾ കേവലം കെട്ടുകഥകളല്ലെന്നും റോയിറ്റേഴ്സിലെ കറസ്പോണ്ടന്റ് തായ് രാജകുടുംബത്തിലെ ചില അംഗങ്ങളും ഉൾപ്പെടെയുള്ളവർ ഈ വാർത്തയുടെ യാഥാർത്ഥ്യം സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും ആൻഡ്രൂ ലോണി അവകാശപ്പെടുന്നു. ഔദ്യോഗിക പദവിയിലിരുന്ന ഒരു രാജ്യത്തിന്റെ പ്രതിനിധി ഇത്രയും മ്ലേച്ഛമായ പെരുമാറ്റം നടത്തിയത് ബ്രിട്ടീഷ് രാജകുടുംബത്തിന് തീരാ കളങ്കമായി. 2001 വ്യാപാര പ്രതിനിധിയായി നിയമിക്കപ്പെടുമ്പോൾ ആൻഡ്രൂവിന് 41 വയസ്സായിരുന്നു പ്രായം. മധ്യവയസ്കർ അഭിമുഖീകരിക്കുന്ന ലൈംഗിക പ്രതിസന്ധി അനുഭവിക്കുന്ന കാലമായിരുന്നു അത്. ഇതാണ് സ്ത്രീകളുടെ പുറകെ നെട്ടോട്ടമോടാൻ ആൻഡ്രൂവിനെ പ്രേരിപ്പിച്ചതെന്നും ലോണി വ്യക്തമാക്കുന്നു. വ്യക്തിപരമായ ഈ താല്പര്യം രാജ്യത്തിന്റെ പ്രതിനിധി എന്ന നിലയിലുള്ള ഉത്തരവാദിത്തങ്ങളെ പൂർണ്ണമായി മറികടക്കുന്നു. വ്യാപാര പ്രതിനിധിയായി ലോകം ചുറ്റാനുള്ള അവസരം ദുരുപയോഗം ചെയ്തത് ആൻഡ്രൂ രാജകുമാരന്റെ പതനത്തിന്റെ ചെറിയൊരു തുടക്കം മാത്രമായിരുന്നു. ഇതിലും വലിയ ദുരന്തങ്ങൾ അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ആൻഡ്രൂവിന്റെ പതനത്തിന് ആക്കം കൂട്ടിയത് പീഡകനായ ജെഫ്രി എപ്സ്റ്റീനുമായുള്ള അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധം പുറത്തു വന്നതോടെ സാമ്പത്തികമായും ലൈംഗികമായും കുപ്രസിദ്ധി നേടിയ എപ്സ്റ്റീനുമായുള്ള സൗഹൃദം പൊതുസമൂഹത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്കും ചോദ്യങ്ങൾക്കും വഴിവെച്ചു. ഈ ബന്ധം രാജകുടുംബത്തെ കടുത്ത സമ്മർദ്ദത്തിലാക്കി. ജെഫ്രി എപ്സ്റ്റീന്റെ സംഘത്തിൽപ്പെട്ട് ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടതായി ആരോപിക്കപ്പെട്ട വെർജീനിയ ജെഫ്രി ആൻഡ്രൂവിനെതിരെ ലൈംഗിക പീഡനത്തിന് പരാതി നൽകിയത് രാജകുടുംബത്തിന് ഏറ്റ ഏറ്റവും വലിയ പ്രഹരമായി. വെർജീനിയ ജെഫ്രിയുടെ ആത്മകഥയിലെ പരാമർശങ്ങൾ ഈ ആരോപണങ്ങൾക്ക് കൂടുതൽ ശക്തി പകർന്നു. ഒരു രാജകുമാരൻ ലൈംഗിക പീഡന കേസിൽ പ്രതിയാകുന്നത് രാജകുടുംബത്തിന്റെ സൽപ്പേരിന് അന്താരാഷ്ട്ര തലത്തിൽ തകർത്തു. വെർജീനിയ ജെഫ്രിയുമായി ബന്ധപ്പെട്ട വിവാദം രൂക്ഷമായതോടെ ആൻഡ്രൂവിനെ തള്ളിപ്പറയാൻ രാജകുടുംബം നിർബന്ധിതമാക്കി. ജന്മം വഴി ലഭിച്ച രാജകുമാരൻ എന്ന പദവി ഉൾപ്പെടെയുള്ള രാജപദവികളും സൈനിക സ്ഥാനങ്ങളും അദ്ദേഹത്തിന് നഷ്ടമായി. പൊതു ചുമതലകൾ വഹിക്കുന്ന രാജകുടുംബാംഗം എന്ന നിലയിലുള്ള പദവി നീക്കം ചെയ്യപ്പെട്ടു. ഇതോടെ ആൻഡ്രൂ പൂർണ്ണമായും രാജകീയ ചുമതലകളിൽ നിന്ന് പുറത്തായി. സർവ്വസ്ഥാനങ്ങളും നഷ്ടപ്പെട്ട ആൻഡ്രൂവിന് താമസ സ്ഥലവും ഒഴിയേണ്ടി വന്നു. താൻ താമസിച്ചിരുന്ന റോയൽ ലോഡ്ജിന്റെ ലീസ് സറണ്ടർ ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു. നോർഫോക്കിലെ സാൻഡ്രിംഗാം എസ്റ്റേറ്റിലുള്ള ചാൾസ് രാജാവിന്റെ ഒരു സ്വകാര്യ വസതിയിലേക്ക് ആൻഡ്രൂ താമസം മാറ്റുമെന്നാണ് വിവരം. ഈ പടിയിറക്കം ആൻഡ്രൂവിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അപമാനമായി കണക്കാക്കപ്പെടുന്നു. ചുമതലകൾ നിർവഹിക്കുന്ന രാജകുടുംബാംഗം അല്ലാതെ ആയതോടെ ആൻഡ്രൂവിന് സാമ്പത്തികമായി വലിയ തിരിച്ചടിയാണ് നേരിട്ടത്. ഈ സാഹചര്യത്തിൽ ചാൾസ് രാജാവായിരിക്കും തന്റെ സഹോദരന്റെ താമസ ചെലവുകൾ വഹിക്കുക എന്നറിയുന്നു. വ്യക്തിപരമായ ഇഷ്ടക്കേടുകൾ മാറ്റിവെച്ച് സഹോദരൻ എന്ന നിലയിൽ ചാൾസ് സഹായഹസ്തം നീട്ടുന്നത് ശ്രദ്ധേയമാണ്. രാജകുടുംബാംഗം എന്ന നിലയിൽ ലഭിച്ചിരുന്ന 1 മില്യൺ പൗണ്ടിന്റെ വാർഷിക വരുമാനം ആൻഡ്രൂ
ആൻഡ്രൂവിന് ഇനി ലഭിക്കില്ല. നേവി ഉദ്യോഗസ്ഥൻ എന്ന നിലയിലുള്ള 20,000 പൗണ്ട് മാത്രമാണ് ഇപ്പോൾ ആൻഡ്രൂവിനുള്ള അറിയപ്പെടുന്ന വരുമാനം. വലിയൊരു സാമ്പത്തിക ഞെരുക്കത്തിലേക്കാണ് ആൻഡ്രൂ നീങ്ങുന്നത്. എങ്കിലും ഏകദേശം 1.5 മില്യൺ പൗണ്ടിന്റെ ആസ്തി അദ്ദേഹത്തിന് ഉണ്ടെന്ന് ചില വൃത്തങ്ങൾ പറയുന്നുണ്ട്. ആൻഡ്രൂവിനൊപ്പം റോയൽ ലോഡ്ജിൽ താമസിച്ചിരുന്ന അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ സാറ ഫെർഗൂസനും ഈ പടിയിറക്കത്തിൽ പങ്കുചേരും. എന്നാൽ അവർ ആൻഡ്രൂവിനൊപ്പം സാൻഡ്രിംഗ്ഹാമിലേക്ക് പോകാൻ സാധ്യതയില്ല. പകരം സ്വന്തമായി താമസ സൗകര്യം കണ്ടെത്തുകയാകും സാറ ചെയ്യുക. റോയൽ ലോഡ്ജിൽ ഒരുമിച്ചുണ്ടായിരുന്ന ഇവരുടെ താമസം അവസാനിക്കുന്നതോടെ ആൻഡ്രൂവും സാറയും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായും ഇല്ലാതാകാനാണ് സാധ്യത. വിവാഹമോചനം നേടിയ ശേഷം ഒരുമിച്ച് കഴിഞ്ഞിരുന്ന ഇവർ തങ്ങളുടെ ബന്ധത്തെ ഒരു കാലത്ത് ലോകത്തിലെ വിവാഹമോചനം നേടിയ ഏറ്റവും സന്തുഷ്ട ദമ്പതികൾ എന്നാണ് സാറ ഫെർഗൂസൺ വിശേഷിപ്പിച്ചിരുന്നത്. ആ ബന്ധത്തിനും ഇതോടെ തിരശീല വീഴുകയാണ്.